ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AJ's ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ചിപ്പി ഇപ്പോൾ ഭക്ഷണമൊന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ ജെന്നി നിർബന്ധിക്കുന്നുണ്ട്. ആദ്യം കൊടുക്കുന്ന ഭക്ഷണം ചിപ്പി മോള് തട്ടിക്കളയുന്നു. ശേഷം ജെന്നി പറയുന്നുണ്ട് ഒരു ഗ്ലാസ് പാലെങ്കിലും കുടിക്കുക എന്ന്. അങ്ങനെ ഇപ്പോൾ പാല് കൊടുക്കുമ്പോൾ ആ ഗ്ലാസ് ഉൾപ്പെടെ തട്ടിക്കളയുകയാണ് ചിപ്പി. അത് താഴെ വീണ് പൊട്ടുന്നു. ഈ സമയം അവിടേക്ക് അവന്തിക വരുന്നുണ്ട്. അവന്തിക വരുന്നത് കണ്ട് ജെനി ഒന്ന് ടെൻഷൻ ആകുന്നുണ്ട്. ഈശ്വര, ഞാൻ കാരണം ഇപ്പോൾ ചിപ്പി മോൾക്ക് വഴക്ക് കേൾക്കുമല്ലോ, വഴക്കൊന്നും പറയരുതേ എന്നൊക്കെ ഇങ്ങനെ ജെനി പ്രാർത്ഥിക്കുന്നുണ്ട്. അവന്തിക വരുന്നത് കണ്ട് ഇപ്പോൾ ചിപ്പി തല കുനിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട്. അവന്തിക ഇപ്പോൾ ചിപ്പി മോളുടെ അടുത്ത് വന്നിരിക്കുന്നു. എന്നിട്ട് ജെനിയോട് പറയുന്നുണ്ട് ഭക്ഷണം ഇങ്ങെടുക്കാൻ. നീ ഇതെല്ലാം തുടച്ച് വൃത്തിയാക്ക് എന്ന് അവന്തിക ജെനിയോട് പറയുന്നുണ്ട്. അങ്ങനെ ജെനി ഇപ്പോൾ തുണിയൊക്കെ എടുത്തുകൊണ്ട് വരാൻ പോയിരിക്കുകയാണ്. ചിപ്പി ഇപ്പോൾ വളരെയധികം സങ്കടപ്പെട്ടാണ് ഇരിക്കുന്നത്. മോളെ, ചിപ്പി മോളെ, അമ്മയോട് പിണങ്ങിയോ എന്നൊക്കെ ചോദിച്ച് അവന്തിക ചിപ്പിയെ ആശ്വസിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അമ്മയുടെ സങ്കടം മോൾ കാണുന്നില്ലേ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ അവന്തികയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് ചിപ്പി. അമ്മ ദേഷ്യപ്പെട്ടതിനാണോ മോള് ആഹാരം കഴിക്കാതെ അമ്മ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? ആ സമയം അമ്മയ്ക്ക് ബിസിനസ്സിൻ്റെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മോളോട് അങ്ങനെയൊക്കെ അമ്മ അറിയാതെ സംസാരിച്ചു പോയത്. അമ്മയുടെ ജോലി തിരക്കും ടെൻഷനും മോൾക്കറിയാവുന്നതല്ലേ, അതിന് ഇത്രയ്ക്ക് വലിയ വാശി വേണോ? അമ്മയുടെ വയറ്റിലൊരു തീ കോരി ഇട്ടതുപോലെയാണ്. സാരമില്ല, അമ്മ ഇന്ന് മോൾക്ക് വാരി തരാം. അമ്മ തന്നാൽ മോള് കഴിക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ അവന്തിക ചോദിക്കുന്നുണ്ട്. ചിപ്പിയാണെങ്കിൽ ഒന്നിനും തന്നെ മറുപടി പറയുന്നില്ല. അങ്ങനെ ഇപ്പോൾ അവന്തിക ചിപ്പി മോൾക്ക് ഭക്ഷണം ഇങ്ങനെ വാരി കൊടുക്കുന്നുണ്ട്. ഇത് കണ്ട് വളരെയധികം സന്തോഷമാകുന്നുണ്ട് ചിപ്പിക്ക്. അങ്ങനെ ചിപ്പി ഒന്ന് ചിരിക്കുന്നുണ്ട്. അങ്ങനെ നിർബന്ധിച്ച് വീണ്ടും വീണ്ടും അവന്തിക ഇങ്ങനെ ഭക്ഷണം വാരി കൊടുക്കുന്നുണ്ട് ചിപ്പിക്ക്. ചിപ്പി വളരെയധികം സന്തോഷത്തോടെ അത് കഴിക്കുന്നു. ഇപ്പോൾ ചിപ്പിക്ക് സങ്കടമെല്ലാം മാറിയിട്ടുണ്ട്. ഈ സമയം അവിടേക്ക് ജെനി വന്ന് അവിടെ എല്ലാം വൃത്തിയാക്കുകയാണ്. ഇപ്പോൾ അമ്മയോടുള്ള പിണക്കം മാറിയോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ ചിപ്പി ഒന്നും തന്നെ മിണ്ടുന്നില്ല. ഓ, അത് ശരി, മോളപ്പോൾ എന്നോട് മിണ്ടില്ലല്ലേ എന്ന് അവന്തിക ചോദിക്കുന്നുണ്ട്. ചിപ്പി മോളെ അമ്മയോട് മിണ്ടിക്കാൻ അമ്മയുടെ കയ്യിലൊരു മാജിക് ഉണ്ട്, സ്ലീപ്പ് പവർ ഇല്ലേ? അതല്ലേ എൻ്റെ കുഞ്ഞുമോളുടെ പ്രശ്നം. അതിന് അമ്മ ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ അവന്തിക പറയുന്നത് കേട്ടിപ്പോൾ ചിപ്പി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ സ്ലീപ്പ് പവറിന് പോകാൻ സമ്മതിച്ചോ എന്ന്. അമ്പടി കള്ളി, ഇപ്പം നിനക്ക് നന്നായി മിണ്ടാൻ അറിയാം അല്ലേ എന്നൊക്കെ അവന്തിക ചോദിക്കുമ്പോൾ അമ്മ എന്നെ സ്ലീപ്പ് പവറിന് പോകാൻ സമ്മതിച്ചല്ലോ, അതുകൊണ്ടാണ് ഞാൻ മിണ്ടിയത് എന്ന് ചിപ്പി പറയുന്നു. എൻ്റെ മോള് സന്തോഷിക്കുന്നതിൽ കൂടുതൽ ഈ അമ്മയ്ക്ക് എന്താ വേണ്ടത്? ബട്ട് വൺ കണ്ടീഷൻ എന്ന് അവന്തിക പറയുമ്പോൾ എന്ത് കണ്ടീഷൻ എന്ന് ചിപ്പി ചോദിക്കുന്നുണ്ട്. സ്ലീപ്പ് പവറിന് മോള് വേറെ ആരുടെയും വീട്ടിലേക്ക് പോകുന്നത് അമ്മയ്ക്ക് ഓക്കെ അല്ല. എൻ്റെ മോൾ അമ്മയുടെ കൺവെട്ടത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് ഈ അമ്മയ്ക്ക് ഇഷ്ടമല്ല. പകരം എല്ലാ ഫ്രണ്ട്സിനെയും ഇങ്ങോട്ട് വിളിച്ചോളൂ എന്ന് അവന്തിക പറയുന്നു. എന്നിട്ട് നിങ്ങൾ ഇവിടെ എല്ലാം അടിച്ചു പൊളിക്ക് എന്നിങ്ങനെ അവന്തിക പറയുമ്പോൾ ചിപ്പി ചോദിക്കുന്നുണ്ട് എല്ലാ ഫ്രണ്ട്സിനെയും ശരിക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ എത്ര ഫ്രണ്ട്സിനെ വേണമെങ്കിലും വിളിച്ചോളൂ, അമ്മയ്ക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് അവന്തിക പറയുന്നു. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും അമ്മ റെഡിയാക്കി തരാം എന്നും അവന്തിക പറയുമ്പോൾ താങ്ക് യു അമ്മ എന്ന് പറഞ്ഞ് അവന്തിക കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട് ചിപ്പി. അങ്ങനെ സന്തോഷം കൊണ്ട് അവിടെയെല്ലാം കിടന്ന് തുള്ളി ചാടുന്നുണ്ട് ചിപ്പി. എന്നിട്ട് വീണ്ടും വന്ന് അവന്തികയ്ക്ക് ഒരു ഉമ്മ കൊടുക്കുന്നു. ശേഷം ഇപ്പോൾ കാണിക്കുന്ന മൂർത്തിയാണ്. മൂർത്തി ഇപ്പോൾ 2-3 ഗുണ്ടകളോടൊപ്പം ഇരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ബോട്ടിലേക്കാണ് പോകുന്നത്. ബോട്ടിൽ ആരും ചേട്ടനോട് ഒരു ചോദ്യവും ചോദിക്കില്ല. പണം എപ്പോഴേ സെറ്റിൽ ചെയ്തു കഴിഞ്ഞു എന്നും അവർ പറയുന്നു. പോകാനുള്ള ടാക്സി വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള സമയത്ത് ടാക്സിയാണ് നല്ലത്, അതാകുമ്പോൾ റിസ്ക് ഇല്ല, എല്ലാം മേഡത്തിൻ്റെ ഏർപ്പാടാണ് എന്നൊക്കെ അവർ ഇങ്ങനെ പറയുന്നു. അങ്ങനെ ഇപ്പോൾ ടാക്സി വന്നിട്ടുണ്ട്. അവർ ടാക്സിയിലേക്ക് കയറുന്നു. അവർ 4 പേരുണ്ട്. വിഴിഞ്ഞത്തേക്കാണ് പോകേണ്ടത്. എന്നാൽ ടാക്സി ഏതാണെന്ന് മാത്രം അവർ കണ്ടിരുന്നില്ല. അങ്ങനെ പിന്നീട് ഇപ്പോൾ കാണിക്കുന്നത് ചിപ്പിയാണ്. ചിപ്പിയാണെങ്കിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ വന്നിങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. എന്താ ചിപ്പി, നീ കുറേ നേരമായല്ലോ ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങിയിട്ട്, എന്താ കാര്യം പറയൂ എന്നൊക്കെ ഗൗരി ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. സ്ലീപ്പ് പവറിൻ്റെ കാര്യം ആലോചിച്ചിരുന്നതാ എന്ന് ചിപ്പി പറയുന്നു. അതെന്താ, നീ അമ്മയോട് പറഞ്ഞില്ലേ എന്ന് ഗൗരി ചോദിക്കുമ്പോൾ ചിപ്പി പറയുന്നുണ്ട് പറഞ്ഞു, അമ്മ സമ്മതിച്ചു, പക്ഷേ ഒരു പ്രശ്നമുണ്ട് എന്ന് ചിപ്പി പറയുമ്പോൾ എന്ത് പ്രശ്നമെന്ന് ഇന്ദു ചോദിക്കുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് വേറെ എങ്ങോട്ടും പോകാൻ അമ്മ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അങ്ങനെയാണെങ്കിൽ ഇത് വേണ്ടെന്ന് വെക്കാം എന്ന് ഇന്ദു പറയുന്നുണ്ട്. എങ്ങനെയെങ്കിലും നമുക്കിത് നടത്തണം, അതിനുള്ള വഴി ആലോചിക്കുക എന്നും പറയുന്നുണ്ട്. ഇനി വേറൊന്നും ആലോചിക്കാനില്ല, എൻ്റെ വീട്ടിലാണെങ്കിൽ മാത്രമേ അമ്മ സമ്മതിക്കൂ എന്ന് ചിപ്പി പറയുമ്പോൾ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത് ഗൗരിയുടെ വീട്ടിൽ നിന്നല്ലേ, അത് നീ പറഞ്ഞതല്ലേ എന്നൊക്കെ അവർ ചോദിക്കുമ്പോൾ ചിപ്പി പറയുന്നുണ്ട് അതും ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ പിണങ്ങിയും കരഞ്ഞും ഒക്കെ നോക്കി, പക്ഷേ ഒരു രക്ഷയുമില്ല. ഫ്രണ്ട്സിനെ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചോളാനാ അമ്മ പറഞ്ഞത്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതുപോലൊരു ചാൻസ് ഇനി കിട്ടില്ല. അതുകൊണ്ട്
ഈ ചാൻസ് മിസ്സാക്കരുത് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ചിപ്പിയുടെ വീട്ടിലേക്ക് വരാൻ ഞങ്ങളുടെ വീട്ടുകാർ സമ്മതിക്കില്ല എന്ന് അമ്മുവൊക്കെ പറയുമ്പോൾ ഇനി എന്തു ചെയ്യും എന്നൊക്കെ അവർ പരസ്പരം സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഗൗരി ഒരു കാര്യം ആലോചിക്കുന്നത്. ഒരു വഴിയുണ്ട്, കുറച്ച് കള്ളത്തരം കാണിക്കേണ്ടി വരും. അമ്മുവും ഇന്ദുവും സമ്മതിച്ചാൽ പിന്നെ ഓക്കെ ആണെന്ന് പറയുന്നു. നമ്മൾ ഒത്തുകൂടാൻ പോകുന്നത് എൻ്റെ വീട്ടിലാണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. സ്ലീപ്പ് അവർ ഒത്തുകൂടുന്നു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് ഞങ്ങളുടെ വീട്ടിലാണെന്ന് ഞാൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ടില്ല. സ്ലീപ്പ് അവർ എൻ്റെ വീട്ടിലാണെന്ന് നിങ്ങൾ വീട്ടിൽ പറഞ്ഞാൽ മതി. അപ്പോൾ സച്ചിയെങ്കിൽ നിങ്ങളെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവിടും. എൻ്റെ വീട്ടിൽ ഞാൻ പറയാൻ പോകുന്നത് സ്ലീപ്പ് അവർ ചിപ്പിയുടെ വീട്ടിലേക്കാണെന്നാണ്. നിങ്ങൾ രണ്ടുപേരും എൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ടെന്നും ഞങ്ങളെ 3 പേരെയും കൂടി അവിടേക്ക് കൊണ്ടുവിടണമെന്നും ഞാൻ അച്ഛനോട് പറയാം. അപ്പോൾ അവിടേക്ക് കൊണ്ടുവരും. അച്ഛൻ തന്നെ തിരികെ വിളിച്ചുകൊണ്ട് വരികയും ചെയ്യും. ചിപ്പിയുടെ വീട്ടിലാണ് നമ്മൾ ഒത്തുകൂടിയതെന്ന് ആരും അറിയത്തുമില്ല. എങ്ങനെയുണ്ട് നമ്മുടെ ഐഡിയ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഗൗരി ചോദിക്കുമ്പോൾ ഇപ്പോൾ ഇന്ദു അമ്മും കൂടെ പറയുന്നുണ്ട്, ചിപ്പിയുടെ അമ്മയ്ക്ക് ഞങ്ങളുടെ വീട്ടുകാർ ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നാൽ നിൻ്റെ അമ്മയ്ക്ക് അത് ഇഷ്ടമാകുമോ എന്ന് ഇന്ദുവും ചോദിക്കുന്നുണ്ട്. അത് കുഴപ്പമില്ല, എല്ലാ ഫ്രണ്ട്സിനെയും വിളിച്ചുകൊള്ളാൻ അമ്മ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് നിങ്ങളാണെന്ന് അമ്മയ്ക്ക് നന്നായി അറിയാം എന്ന് ചിപ്പി പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അവർ അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ചിപ്പിയുടെ വീട്ടിലേക്ക് സ്ലീപ്പ് ഓവറിന് പോകാൻ വേണ്ടി അവർ തീരുമാനമെടുത്തിരിക്കുകയാണ്. അങ്ങനെ മൂർത്തിയും സംഘവുമൊക്കെ കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ടാക്സിയിൽ. അങ്ങനെ കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇതേതാ സ്ഥലം എന്ന് മൂർത്തി ചോദിക്കുന്നു. എന്നാൽ ആ ടാക്സി സച്ചിയുടേതായിരുന്നു. ഒന്ന് അടങ്ങിയിരിക്കും സാറേ, സാറിനെ എത്തിക്കേണ്ട സ്ഥലത്ത് ഞാൻ എത്തിച്ചിരിക്കും എന്ന് സച്ചി ഇപ്പോൾ അവരോട് പറയുന്നുണ്ട്. ഈ സമയത്താണ് മൂർത്തി ഇപ്പോൾ സച്ചിയുടെ മുഖം കാണുന്നത്. ഇത് കണ്ട് മൂർത്തി ഒന്ന് ഞെട്ടുന്നു. കൂടെ വന്ന ബാക്കിയുള്ളവർ നല്ല ഉറക്കത്തിലാണ്. താൻ പോലീസിൻ്റെ കണ്ണ് വെട്ടിച്ച് ശ്രീലങ്കയിലേക്ക് രക്ഷപ്പെടാൻ പോവുകയാണല്ലേ? നീ ഒരിടത്തേക്കും പോകുന്നില്ല, നിന്നെ ഞാൻ കുറച്ച് നാളായി നോക്കി വെച്ചിരിക്കുകയാണ്. ഇന്ന് ഞാൻ നിന്റെ കണക്ക് തീർക്കും എന്നൊക്കെ സച്ചി പറയുന്നു. മര്യാദയ്ക്ക് വണ്ടി നിർത്തിക്കോ എന്ന് മൂർത്തി ഇപ്പോൾ സച്ചിയോട് പറയുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളവരെ ഉണർത്തുന്നു. എന്നിട്ട് വണ്ടിയിൽ ഇരുന്നു കൊണ്ട് തന്നെ സച്ചിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ് അവർ. അങ്ങനെ കാറിലിരുന്ന് അവരിങ്ങനെ അടിപിടി കൂടുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഒരു സൈഡിലേക്ക് സച്ചി ഇപ്പോൾ വണ്ടി നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് മുന്നിലിരുന്ന ആ ഒരാളെ സച്ചി ചവിട്ടി വെളിയിലേക്ക് ഇടുന്നു. അങ്ങനെ മൂർത്തിയും വേറെ 2 പേരും കൂടെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് സച്ചിയെ ഒരു ചവിട്ട് കൊടുക്കുന്നുണ്ട്. എന്നാൽ സച്ചി അവിടെ തന്നെ നിൽക്കുന്നു. സച്ചി അങ്ങനെ തിരിച്ചും തല്ലുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അവർ 3 പേരും കൂടെ സച്ചിയെ ഉപദ്രവിക്കുകയാണ്. സച്ചിക്ക് നല്ല രീതിയിൽ തന്നെ അടി കിട്ടുന്നുണ്ട്. അങ്ങനെ സച്ചിയും തിരിച്ച് നല്ല അടി കൊടുക്കുന്നു. ഈ സമയം സച്ചി കാണാതെ സച്ചിയുടെ പുറകിൽ കൂടി ഒരാൾ വന്ന് സച്ചിയുടെ തലയ്ക്കടിക്കുന്നു. ഈ സമയം മൂർത്തിയുടെ കയ്യിൽ ഒരു വാളുണ്ടായിരുന്നു. അങ്ങനെ ബാക്കി 3 പേരും കൂടെ സച്ചിയെ പിടിച്ച് വെച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ ആ വാളം എടുത്തുകൊണ്ട് മൂർത്തി ഇപ്പോൾ സച്ചിയുടെ നേരെ വരികയാണ്. എന്തായാലും ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടാൻ പോവുകയാണ്. അപ്പോൾ പിന്നെ നിന്നെയും കൂടി തീർത്തിട്ട് പോയേക്കാം. കുറേ നാളായി നിന്നെ തീർക്കാൻ ഞാനൊരവസരം കാത്തിരിക്കുന്നു. ഇപ്പോൾ നീയായിട്ട് ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് എല്ലാ കണക്കും ഇവിടെ വെച്ച് തീർത്തേക്കാം. നിന്നെ തീർത്തിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടതെന്നറിയുമ്പോൾ അവന്തിക മേഡത്തിന് കൂടുതൽ സന്തോഷമാകും. അവസാനമായി നീ ഒന്നുകൂടി പ്രാർത്ഥിച്ചോളൂ, അതിന് ഞാൻ നിനക്കിനി ഒരു അവസരം തരാം. ഇതിന് ഞാൻ ഇനി ഒരു അവസരം തരില്ല എന്ന് പറഞ്ഞിട്ടാണ് മൂർത്തി ഇപ്പോൾ സച്ചിയെ വാളുകൊണ്ട് വെട്ടാൻ തുടങ്ങുന്നത്. ഈ സമയം പെട്ടെന്ന് തന്നെ മൂർത്തിയുടെ കൈ വന്ന് ഒരാൾ തടയുന്നുണ്ട്. അത് വേറെ ആരുമായിരുന്നില്ല, ഗോകുലായിരുന്നു. ഗോകുൽ മൂർത്തിയുടെ കൈ പിടിച്ചിരിക്കുന്നത് കണ്ട് ഗോകുലിനോട് മൂർത്തി പറയുന്നുണ്ട്, നീ ആരാടാ? ഇവൻ്റെ രക്ഷകനാണോ? വെറുതെ ഇതിനിടയിൽ വന്ന് കയറിയാൽ നിൻ്റെയും തല ഈ മണ്ണിൽ കിടന്നുരുളും എന്നൊക്കെ മൂർത്തി പറയുമ്പോൾ ഗോകുൽ പറയുന്നുണ്ട്, നിന്നേക്കാൾ വലിയ വില്ലനാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് ആ വാള് മൂർത്തിയുടെ കയ്യിൽ നിന്നും വാങ്ങി ദൂരേക്ക് വലിച്ചെറിയുകയാണ് ഗോകുൽ. എന്നിട്ട് ഗോകുൽ പറയുന്നുണ്ട്, ഞാനിപ്പോൾ ഹീറോയാണ്, നായകൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ഹീറോ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഗോകുലും സച്ചിയും കൂടി വന്നവരെയെല്ലാം അടിച്ചൊതുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ സച്ചിയുടെ ജീവൻ രക്ഷിച്ചിരിക്കുകയാണ് ഗോകുൽ. ഇനി നീ കിടക്കേണ്ട സ്ഥലം ഞങ്ങൾ കാണിച്ചു തരാം എന്ന് സച്ചിയും ഗോകുലും കൂടി മൂർത്തിയോട് പറയുകയും 2 പേരും കൂടി എന്നിട്ട് മൂർത്തിയെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.